ഹായ് ഗൈസ്, വെൽക്കം ടു സ്പൂക്കി മിസ്റ്ററീസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ റേക്ക് എന്ന വിചിത്ര രൂപമുള്ള ജീവിയെക്കുറിച്ചാണ്. 2003 ഒരു വേനൽക്കാലത്ത് കെട്ടുകഥകളിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന മനുഷ്യരൂപമുള്ള ഒരു ജീവിയെ നോർത്ത് ഈസ്റ്റേൺ അമേരിക്കയിൽ കാണപ്പെട്ടു. അതോടെയായിരുന്നു ദ റേക്ക് എന്ന ഭീതിപ്പെടുത്തുന്ന ജീവിയെക്കുറിച്ച് ലോകം അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം ദ റേക്കിനെ കുറിച്ച് അവിടെയുള്ള എല്ലാ ന്യൂസ് ചാനലുകളിലും വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. അതിനിടെയാണ് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ജൂലൈ 4, 2003 നോർത്ത് അമേരിക്കയിലെ ഒരു വീട്ടിൽ സുഖനിദ്രയിലായിരുന്ന സൂ, അവരുടെ ഹസ്ബൻഡ് ബോബ്, പിന്നെ അവരുടെ മകൾ ക്ലാര എന്നിവർ കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് സൂ ഞെട്ടിയത്. സമയം പുലർച്ചെ 4 മണിയായിരുന്നു. അപ്പോഴാണ് അവരുടെ കട്ടിലിൻ്റെ അറ്റത്ത് ഒരു രൂപം ഇരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അവരത് കണ്ടപ്പോൾ കരുതി നായയോ മറ്റോ ആയിരിക്കുമെന്ന്. പക്ഷേ അത് എഴുന്നേറ്റപ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപം കണ്ടത്. അവരത് കണ്ട ഉടനെ അവരുടെ ഭർത്താവായ ബോബിനെ എഴുന്നേൽപ്പിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്തു. ആ വിചിത്ര ജീവി താഴെയുള്ള അവരുടെ മകളുടെ റൂമിൽ കയറിപ്പോകുന്നതായി കണ്ടു. അവരതിനെ പിന്തുടർന്ന് അവരുടെ മകളുടെ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോൾ ആ ജീവി തൻ്റെ മകളുടെ ബെഡിൻ്റെ അരികത്തായി നിൽക്കുന്നത് കണ്ടു. അത് തൻ്റെ മകളെ വളരെ തീക്ഷ്ണമായി നോക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ജീവി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഉടനെ തന്നെ അവർ തൻ്റെ മകളെ പോയി പരിശോധിച്ചപ്പോഴാണ് അവൾ ആക്രമിക്കപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ അവർ അവളുടെ മകളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു. ഇതിനിടെ അവരുടെ മകൾ പറഞ്ഞു അവളെ ആക്രമിച്ചത് റേക്ക് ആണെന്ന്. അതിനുശേഷം ബോബിന്റെ കാർ അപകടത്തിൽപ്പെടുകയും അതിൽ ബോബും മകൾ ക്ലാരയും കൊല്ലപ്പെടുകയും ചെയ്തു. സൂ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവർ തീരുമാനിച്ചു ഇതിനു പിന്നിലുള്ള സത്യം അറിയാൻ. അങ്ങനെ അവർ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. അപ്പോഴാണ് അവർക്കുണ്ടായ അനുഭവം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് അവർക്ക് മനസ്സിലായത്. നായയുമായി സാദൃശ്യമുള്ള മനുഷ്യരൂപം മറ്റുള്ളവരെയും ഇതേപോലെ ആക്രമിച്ചിട്ടുണ്ട്. താൻ ഉറങ്ങുന്നതിനു സമീപത്തായി ഒരു സൗണ്ട് റെക്കോർഡർ വെച്ചു. അവർക്ക് റേക്ക് തിരിച്ചു വരുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. കുറച്ച് ആഴ്ചകൾ പിന്നിട്ടു അങ്ങനെ ഒരു അർദ്ധരാത്രി അവർ ആ ശബ്ദം കേട്ടു. കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും അത് അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവർ എല്ലാവരോടും അവരവരുടെ വാതിലുകളും ജനലുകളും ഒക്കെ ഭദ്രമായി അടച്ച് സുരക്ഷിതമായി ഉറങ്ങാൻ പറഞ്ഞു. കാരണം അവർക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കരുത് എന്ന് അവർ ആഗ്രഹിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലായിടത്തും തന്നെ അതിൻ്റെ രൂപം ഒരു മനുഷ്യനെ പോലെ, പക്ഷേ മൂർച്ചയേറിയ പല്ലും വന്യജീവികളെ പോലെ ശബ്ദവും ദൃഢമേറിയ ശരീരവും ഉള്ളതാണ്. രാത്രിയിൽ വീടുകളിൽ കയറി ഒളിച്ചിരിക്കുകയും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ബെഡിന്റെ അറ്റത്ത് വന്ന് ഇരിക്കുകയും ആരെങ്കിലും എഴുന്നേറ്റാൽ ഉടൻ തന്നെ അത് അവിടെ നിന്നും ഓടി ഒളിക്കുകയും ചെയ്യും. പക്ഷേ ഈ ജീവി എവിടെ നിന്നാണ് വരുന്നത് എന്നും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ലൂസിയാനയിലെ ഒരു കൊടുങ്കാട്ടിൽ ഒരു വ്യക്തി സ്ഥാപിച്ച ക്യാമറയിൽ റേക്ക് എന്ന ഭീകരജീവിയുടെ ഒരു ചിത്രം പതിയുകയുണ്ടായി. പക്ഷേ ആ ക്യാമറ പൂർണ്ണമായി നശിക്കുകയും ചെയ്തിരുന്നു. അതിലെ മെമ്മറി കാർഡിൽ ഒന്നും സംഭവിക്കാതെ ഇരുന്നതുകൊണ്ട് ആ ചിത്രം അയാൾ പരസ്യമാക്കുകയും അത് ആ സമയത്ത് ഒട്ടുമിക്ക TV ന്യൂസിലും വരികയും ചെയ്തിരുന്നു. അങ്ങനെ 11 ഏപ്രിൽ 2011 ലിവർപൂളിൽ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന അഴുക്ക് ചാലുകൾ ടെലിസ്കോപ്പിക് ക്യാമറ വെച്ച് പരിശോധിക്കുകയായിരുന്ന വിദഗ്ധ സംഘത്തിന് 3 വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഈ വിചിത്ര ജീവിയെ അവിചാരിതമായി റെക്കോർഡ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഇതിനെക്കുറിച്ച് കൂടുതലായി എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.